ഇവൻ ആക്സിഡൻ്റലായിട്ട് ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ 10 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഇവൻ്റെ ഭാര്യനെ അവിടെ കാണുകയാണ്. അവൻ അവളെ കണ്ടത്, ശാന്തി ഇത് നീയല്ലേ, എനിക്കറിയാം, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, നീ എങ്ങനെയാണ് ജീവനോടുള്ളതെന്നൊക്കെ അവളോട് ചോദിക്കുകയാണ്. ആക്ച്വലി ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ തന്നെ ഇവൻ്റെ ഇപ്പോഴത്തെ അമ്മായപ്പൻ വേഗം അവനോട് വരാൻ വേണ്ടിയൊക്കെ പറയാണ്. ആ ടൈമിൽ ഒരു പെണ്ണ് ഇവനെ കോൾ ചെയ്തിട്ട് ഇവനെ സെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ ആ കാമപ്രാന്തിൽ അവൻ്റെ വണ്ടിയുടെ കൺട്രോൾ വിട്ട് ഒരു മരത്തിൽ ഇടിച്ചിലിടിച്ച് ആക്സിഡൻ്റ് ആവാണ്. അപ്പോൾ ആ വഴി വന്ന ഒരു സൈക്കിളുകാരെ, ഓ വണ്ടി ഇടിച്ചല്ലേ, ആക്സിഡൻ്റ് ആയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വല്ല വർണിക് ഷോപ്പ് ഉണ്ടോയെന്ന് അവൻ ചോദിച്ചതു. ഇവിടെ അടുത്തൊന്നുമില്ല, അപ്പുറത്തുള്ള ഗ്രാമത്തിലുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് എന്നാൽ ആ ഗ്രാമത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ സൈക്കിളിൻ്റെ ബാക്കിൽ തന്നെ കയറിയിട്ട് ആ ഗ്രാമത്തിലേക്ക് അവൻ പോവാണ്. അപ്പോഴാണ് അവിടെ വെച്ചിട്ട് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ അവൻ്റെ ഭാര്യനെ അവൻ കാണുന്നത്. അങ്ങനെ ആദ്യം കണ്ടപ്പോൾ തന്നെ അവളത് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ അവന് മനസ്സിലാവാണ് അത് അവൻ്റെ ഭാര്യ തന്നെയാണെന്ന്. അങ്ങനെ ഇത് മനസ്സിലായതും ആ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ അവിടെ ഏർപ്പെടുകയാണ്. അങ്ങനെ അവൻ എങ്ങനെയാണ് നീ ഇവിടെ എത്തിയെന്നൊക്കെ ചോദിച്ചതു. എനിക്കറിയില്ല, ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. ആ റിസൾട്ട് അറിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാറിൽ ഒരു സ്ത്രീയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയി. ആ കാറിലേക്ക് ഞാൻ നോക്കിയതും പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ ഇവിടെയാണെന്നൊക്കെ അവൾ പറയാണ്. അപ്പോൾ തന്നെ, ഓ നിൻ്റെ കല്യാണമൊക്കെ ഇപ്പോൾ കഴിഞ്ഞല്ലേ, നിനക്ക് എത്ര മക്കളുണ്ടെന്നൊക്കെ ചോദിച്ചതും അവൻ 2 മക്കളുണ്ടെന്നൊക്കെ പറയാണ്. ഇവൾ നീ ആരെയാണ് കെട്ടിയെന്നൊക്കെ ചോദിച്ചതും നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലേ അനു, അവളെ തന്നെയാണെന്നൊക്കെ ഇവൻ പറയാണ്. അപ്പോഴാണ് അവൾക്ക് തന്നെ ഒരു മനസ്സിലാവുന്നത്, ഒരു പക്ഷേ അവൾ ഇവിടെ എത്താൻ തന്നെ കാരണം അനു ആണോ എന്ന് അവൾക്ക് ഡൗട്ട് ഉണ്ട്. കാരണം അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയാവുന്ന ഒരേ ഒരാൾ അനു മാത്രമായിരുന്നു. ഒരു പക്ഷേ അവൾക്ക് ചെറുപ്പം മുതലേ തന്നെ ഇവൻ്റെ മേലൊരു കണ്ണുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ ഇല്ലാതാക്കി നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് അവൾ എന്നെ കടത്തിക്കൊണ്ട് വന്നതെന്നൊക്കെ ഇവൾ പറയാണ്. അപ്പോൾ തന്നെ ഇത് കേട്ടത് ഇവൻ, അങ്ങനെയാണെങ്കിൽ അവൾ ചെയ്തതിന് തീർച്ചയായിട്ടും അവൾ അനുഭവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പതിയെ ഇവളുമായിട്ട് വീണ്ടും ക്ലോസ് ആവാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് പതിയെ അവളെ തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് അനുവല്ല, ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ട്, ആ അനു ഇവനും പ്ലാൻ ചെയ്തിട്ടാണ് ഇവളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത്. ഇവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞിട്ട് ആ അനുവിൻ്റെ അച്ഛൻ വലിയൊരു ബിസിനസ്മാൻ ആയതുകൊണ്ട് തന്നെ അവളെ കെട്ടാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ട് ഇവളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടുകയാണ്. അങ്ങനെ ഉടനെ തന്നെ ഒരു റൂം അടച്ച് അവൾ ഇരിക്കുകയാണ്. അപ്പോൾ തന്നെ അവൻ അതൊക്കെ പൊളിച്ചുള്ളിൽ കയറാൻ നോക്കിയതും പെട്ടെന്ന് ഇവർക്ക് അറിയാവുന്ന ഒരു പോലീസുകാർ അങ്ങോട്ട് വന്നിട്ട് ശാന്തി നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് മനസ്സിലായതും അവൻ അവിടെ നിന്ന് ആ ജനലൊക്കെ പൊട്ടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ഇവൻ ഓടി അവൻ്റെ കാറിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ഇവൻ തന്നെ ഷോക്കാവുന്നത്. കാരണം ഓൾറെഡി മരിച്ചിട്ട് അവൻ്റെ ബോഡി അവിടെ താഴെ കിടക്കുകയാണ്, ആൾക്കാരൊക്കെ ചുറ്റും കൂടിയിരിക്കുകയാണ്. അപ്പോഴാണ് അവൻ തന്നെ ഒരു കാര്യം മനസ്സിലാവുന്നത്, അവൻ ഓൾറെഡി മരിച്ചു. ഇപ്പോൾ അവൻ സംസാരിച്ചതൊക്കെ മരിച്ച അവൻ്റെ ഭാര്യയുടെ പ്രേതത്തിൻ്റെ അടുത്താണെന്നൊക്കെ. അങ്ങനെ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന അവൻ്റെ ഭാര്യയുടെ പ്രേതം അങ്ങോട്ട് വന്നിട്ട്, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ വന്ന് കുടുങ്ങിയില്ലേന്നൊക്കെ പറയാണ് അവൾ.